കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഏതൊരു വ്യക്തിക്കും ഏതൊരു നാടിനും അനുഗ്രഹം മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു കൺഫ്യൂഷനുമില്ല. ക്രിസ്തുവിൻ്റെ സന്ദേശം കേവലം ഒരു സന്ദേശമല്ല. ക്രിസ്തുവിൻ്റെ സന്ദേശം എവിടെ പ്രസംഗിക്കപ്പെടുമോ അവിടെ കർത്താവ് തന്നെയുണ്ട്. കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ അയാൾക്കൊരു മതത്തിൻ്റെ വേഷമല്ല കിട്ടുന്നത്, മറിച്ച് അയാൾ എല്ലാവർക്കും പ്രയോജനമുള്ളവനായിട്ട് മാറും. ഒരു വീട്ടിലെ ഒരു ഭർത്താവ് ക്രിസ്തുവിന് ജീവിതം കൊടുത്താൽ ആ വ്യക്തി കുറച്ചുകൂടെ ഹി വിൽ ബിക്കം എ ബെറ്റർ ഹസ്ബൻഡ്, ഒരു നല്ല ജീവിത പങ്കാളിയായി. മാത്രമല്ല, ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ നല്ലൊരു പൗരനായിരിക്കും. അവൻ ഒരിക്കലും രാജ്യത്തിനെതിരെ തിരികെയില്ല, മറിച്ച് രാജ്യത്തിന് അനുഗ്രഹിക്കും, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നോക്കൂ, സുവിശേഷം ഒരു വ്യക്തിയെ നല്ല വ്യക്തിയാക്കി വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാപ്പനംകോട് തിരുവനന്തപുരത്ത് നടന്ന സത്യൻ നഗർ കൺവെൻഷനിലെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഫിലേമോന്റെ ലേഖനം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇവിടെ പരസ്യമായി വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതത്തിൻ്റെ വേഷം മനുഷ്യനെ ധരിപ്പിക്കാനല്ല. ഇയാൾ ക്രൈസ്തവ മതക്കാരനാണ്, ദേണ്ട ഒരു ക്രിസ്തു മതക്കാരൻ പോകുന്നു എന്ന നിലയിൽ ഒരു വ്യക്തിയെ ആക്കാനല്ല യേശു വന്നത്. യേശു വന്നത് പ്രയോജനമില്ലാത്ത വ്യക്തിയെ പ്രയോജനമുള്ള വ്യക്തിയാക്കാൻ. യേശു കർത്താവ് വന്നത് ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കാനാണ്. യേശു കർത്താവ് വന്നത് ഒരു വ്യക്തിയെ നല്ല പൗരനാക്കാനാണ്. യേശു വന്നത് ഒരു നല്ല ഭാര്യയായി നിന്നെ മാറ്റാനാണ്. യേശു വന്നത് അപ്പനും അമ്മയ്ക്കും നന്മയുള്ള, നാട്ടുകാർക്ക് നന്മയുള്ള ഒരു മകനാക്കി നിന്നെ മാറ്റാനാണ്. ഒരു അമ്മാവിയമ്മയെ നല്ല അമ്മാവിയമ്മയാക്കാൻ, ഒരു മരുമകളെ നല്ല മരുമകളാക്കാൻ, ഒരു വിദ്യാർത്ഥിയെ നല്ല വിദ്യാർത്ഥിയാക്കാൻ. യേശു വന്നത് പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കാനും. ഇവിടെ നമ്മൾ വായിച്ച വ്യക്തി ഫിലമോൻ എന്ന വ്യക്തിക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനമാണ്. താൻ എഴുതിയ ലേഖനത്തിൽ ഒനേസിമോസ് എന്ന ഒരു അടിമയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒനേസിമോസ് നിനക്ക് മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ നിനക്ക് പ്രയോജനം ഉള്ളവൻ ആയിരിക്കുന്നു. ആ ഫിലമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം വിഷയത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുമെങ്കിലും ലേഖനത്തിൽ വെളിയിൽ പല ചരിത്ര രേഖകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒനേസിമോസ് എന്ന വ്യക്തിയെക്കുറിച്ച് വളരെയധികം വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും താൻ ഒരു ആയിരുന്നെന്നും എന്തോ ചില നീച പ്രവൃത്തികൾ ചെയ്തവനാണെന്നും, എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടെ ആ വ്യക്തിക്ക് മനംമാറ്റമുണ്ടായെന്നും താനൊരു നല്ല വ്യക്തിയായി തീർന്നെന്നും നമുക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ അറിയുന്നതോടുകൂടെ ഒരു വ്യക്തിക്ക് ഒരു മതത്തിൻ്റെ ഒരു ചിത്രമല്ല ലഭിക്കുന്നത്. അയാളിൽ ഒരു മത വൈരാഗ്യമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ആ വ്യക്തി എല്ലാവർക്കും നല്ലവനായി തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി മാത്രമല്ല, ഈ ദിവസങ്ങളിൽ രാത്രി ഇവിടെ സുവിശേഷം അറിയിക്കുമ്പോൾ ഞങ്ങളിവിടെ ഒരു മതം പ്രസംഗിക്കാനല്ല വന്നത്, മറിച്ച് ഒരു വ്യക്തിയെ ഒരു യഥാർത്ഥ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു അത്ഭുത വചനം ഇവിടെ പറയാനാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗം സൗഖ്യമാക്കാൻ ഒരു ഡോക്ടറെ കൊണ്ട് സാധിക്കും,
മറ്റ് പലതും ചെയ്യുവാൻ ലോകത്തിൽ മനുഷ്യരെ കൊണ്ട് സാധിക്കും. എന്നാൽ കഠോര ഹൃദയമുള്ളൊരു വ്യക്തിയെ മാറ്റാൻ ദൈവത്തിനല്ലാതെ ആരെ കൊണ്ടും പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ശാരീരിക രോഗങ്ങൾ ഇവിടെ സൗഖ്യമാക്കിയവൻ, ആ കുഞ്ഞ് ആ യുവതികളുടെ കണ്ണുകളെ സൗഖ്യമാക്കിയ കർത്താവ്, അമ്മച്ചിയുടെ ഹൃദയത്തെ സൗഖ്യമാക്കിയ കർത്താവ്, ആ ബ്രദറിൻ്റെ ആർത്രൈറ്റിസിനെ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് കഠോര ഹൃദയങ്ങളെ പുതുതാക്കി മാറ്റാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ ഒനേസിമോസ് എന്ന വ്യക്തി താൻ ഒരു അടിമയായിരുന്നു. അപ്പോൾ തന്നെ തൻ്റെ ഉടമ, തൻ്റെ യജമാനായിരുന്നു ഫിലമോൻ ഒരു ദൈവവിശ്വാസിയും തൻ്റെ ഭവനം സഭാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അന്നത്തെ കാലത്തെ സഭകളിലെ വളരെ സമ്പന്നനും ഉന്നതനുമായൊരു വ്യക്തിയായിരുന്നു ഫിലമോൻ്റെ ഭവനം തന്നെ സഭയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. താൻ അതിഥി സൽക്കാരം ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. തന്നോട് അപ്പോസ്തലനായ പൗലൂസ്, തന്നെ കർത്താവിലേക്ക് നടത്തിയ പൗലൂസ് സ്ലീഹ ഇപ്പോൾ തനിക്കൊരു കത്ത് എഴുതുകയാണ്. ആരെക്കുറിച്ചാണെന്നറിയുമോ? ഒനേസിമോസിനെ കുറിച്ച്. ഇങ്ങനെയാണ് പാരമ്പര്യമായി പറഞ്ഞിട്ടുള്ളത്. ഈ ഒനേസിമോസ് അടിമയായിരുന്നപ്പോൾ, ഈ ഫിലമോന് വേണ്ടി അടിമവേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്തോ ഈ ഫിലമോന് വളരെ നഷ്ടം വരുത്തുന്ന എന്തോ ഒരു പ്രവൃത്തി ഇയാൾ ചെയ്തു. ഒരു പക്ഷേ ആ ഭവനത്തിൽ നിന്നെന്തോ മോഷ്ടിച്ചിട്ട് ഓടിയതാകാം. എങ്ങനെയോ ഒരു മോഷ്ടാവായി, അല്ലെങ്കിൽ തൻ്റെ യജമാനന് ഒരു വലിയ ഛേദം വരുത്തിയിട്ട്, വലിയൊരു നഷ്ടം വരുത്തിയിട്ടാണ് ഈ മനുഷ്യൻ അവിടെ നിന്ന് ഓടിയത്. എന്നാൽ പലരും പറയുന്നത് ഇദ്ദേഹം മോഷണം നടത്തിയെന്നാണ്. എന്തുമാകട്ടെ, അവിടെ പൗലൂസ് സ്ലീഹായെ സുവിശേഷം നിമിത്തം സുവിശേഷം അറിയിച്ചതിന് പൗലൂസ് പറയുന്നത് സ്നേഹത്തിൻ്റെ മാർഗമാണെന്ന് തിരിച്ചറിയാതെ പൗലൂസിനെ സുവിശേഷം അറിയിച്ചതിന് അന്നത്തെ മത തീവ്രവാദികൾ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. താൻ എല്ലാവരോടും സ്നേഹം പ്രസംഗിച്ചു, താൻ അവിടെയും ഒരു ദോഷവും ചെയ്തില്ല. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പ്രസംഗിച്ചതിന് തന്നെ അഴികൾക്കുള്ളിലാക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ അഴികൾക്കുള്ളിൽ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കരിഞ്ചന്തക്കാരും അങ്ങനെ മനുഷ്യർക്ക് തലവേദന വരുത്തിക്കൊണ്ടിരുന്ന ക്രിമിനലുകളും കടന്നതിൻ്റെ മധ്യത്തിലേക്ക് സ്നേഹം വിളമ്പി അപ്പോസ്തലനെ ആക്കിയിരിക്കുകയാണ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ കർത്താവായ യേശു പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ തടവിലാകേണ്ടി വന്നേക്കാം, എൻ്റെ നാമം നിമിത്തം മനുഷ്യർ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം, എൻ്റെ നാമം നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്തേക്കാം. സാരമില്ല, എങ്കിലും അപ്പോൾ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതത്രേ. കാരണം അവർ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തെന്ന്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, അവർ ചെയ്യുന്ന എന്താണെന്ന് അവരറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. കർത്താവ് നന്മ ചെയ്തപ്പോഴും കർത്താവിന് ഈ ലോകം കൊടുത്തത് മുള്ളും പറക്കാരെയും കുന്തം കൊണ്ടുള്ള കുത്തും കാർക്കിച്ച് തുപ്പുമാണെങ്കിൽ, ദൈവപുത്രന് ദൈവ മനുഷ്യനായിട്ട് ഇവിടെ വന്നപ്പോൾ സമ്മാനമായി കിട്ടിയത് അതാണെങ്കിൽ ഒരുപക്ഷെ സുവിശേഷവും തെറ്റിദ്ധരിക്കപ്പെടും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ തളർന്നില്ല. ആ ജയിലിനകത്ത് കിടന്ന് എനിക്ക് നിമിത്തം ജയിലാണല്ലോ എന്നല്ല, ആ ജയിലിനകത്ത് കിടന്ന ക്രിമിനലുകളെ കൂടെ തൻ്റെ സ്നേഹം കൊണ്ട് മാറ്റിയെടുത്ത ഒരു അപ്പോസ്തലനായിട്ടാണ് തന്നെ കാണുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ഏത് സാഹചര്യവും അവിടെ ദൈവത്തോട് പിറുപിറുക്കാനല്ല, അവിടെയും കർത്താവിൻ്റെ സ്നേഹം വാരി വിതറിയാൽ ആ ജയിലറയെ, തടവറയെ സ്വർഗമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. നീ ഇന്നായിരിക്കുന്ന അവസ്ഥയെ കർത്താവ് മാറ്റിമറിക്കുന്ന കർത്താവാണ്. ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ ആ ജയിലിൽ താൻ കിടക്കുമ്പോൾ ഇതാ ഒനേസിമോസ് താൻ ഫിലമോൻ്റെ എന്തോ മോഷ്ടിച്ചിട്ട് മോഷണ മുതലുമായി പിടിക്കപ്പെട്ട് പോലീസ് തന്നെ തള്ളിയത് ഭാഗ്യവശാൽ പൗലൂസ് കിടക്കുന്ന അതേ തടവറയിലാണ്. നമുക്ക് ഈ തിരുവചനം വായിക്കുമ്പോൾ പൗലൂസ് സ്ലീഹ പറയുന്നുണ്ട്, തടവിൽ വെച്ച് ഞാൻ ക്രിസ്തുവിലേക്ക് നടത്തിയ, തടവിൽ വെച്ച് ദൈവ പൈതലാക്കി ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇതാണ് ഈ കത്തിൻ്റെ അർത്ഥം. കത്തിൽ ഇങ്ങനെയാണ്, നിങ്ങൾ കത്ത് വായിക്കണം. അവൻ നിന്നോട് കടപ്പെട്ടിട്ടുള്ളത് ഞാൻ തന്നു തീർത്തോളാം അവിടെ പറയുന്നുണ്ട്. കാരണം മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, നിന്റേത് മോഷ്ടിച്ചിട്ട് നിനക്ക് തലവേദന ഉണ്ടാക്കി അവൻ ഓടിപ്പോന്നത്. എന്നാൽ ഈ തടവറയിൽ വെച്ച് അവന് തല്ലും, ഈ തടവറയിൽ വെച്ച് അവന് ശിക്ഷയും മാത്രമല്ല കിട്ടിയത്, ഈ തടവറയിൽ വെച്ച് അവന് മറ്റൊരു മഹാദാനം കിട്ടി. അതത്ര യേശു. ആമേൻ. ഇതാ ഞാൻ അവനെ മടക്കി അയക്കുന്നു.
നിന്റെ അടുക്കലേക്ക് വരുന്നത് പ്രയോജനമുള്ളവനായിട്ടായിരിക്കും. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിന് വന്ന ചിലർ വീട്ടിൽ നിന്ന് വരുമ്പോൾ, ഈ ശല്യം ഒന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് നിന്നെക്കുറിച്ച് നിന്റെ അമ്മ പോലും പറഞ്ഞ വാക്ക് കേട്ടായിരിക്കും ഇവിടെ വന്നത്. എന്നാൽ ഇന്ന് രാത്രി മകനെ, യേശുവിൻ്റെ സ്നേഹം നിന്നെ മാറ്റുകയാണ്. നീ ഇങ്ങോട്ട് വന്നത് എല്ലാവർക്കും ഒരു തലവേദനയായിട്ടാണെങ്കിൽ നീ മടങ്ങി പോകാൻ പോകുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ടായിരിക്കും. ഇന്ന് രാത്രി യേശു കർത്താവിൻ്റെ ദിവ്യ സ്നേഹം ഈ ദേശത്തിലെ ഓരോരുത്തരെയും മാറ്റിമറിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ തിരുവചനത്തിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: യേശുക്രിസ്തു ഒരു വ്യക്തിയെയും ഒരു മതത്തിൻ്റെ പുറംചട്ട അണിയിക്കാനല്ല വന്നത്. മറിച്ച് ആ വ്യക്തി സമൂഹത്തിനും രാജ്യത്തിനും മറ്റെല്ലാവർക്കും നന്മ കൊടുക്കുന്നവനാകാനാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവചനത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കൂടെ സംസാരിക്കും. യേശുക്രിസ്തുവിലായ ഒരു ഭർത്താവ് ഒരു നല്ല ഭർത്താവായി തീരും. സക്കായി പണമുണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. വീട്ടുകാരെ പോലും മറന്ന് പണത്തിൻ്റെ പുറകെ ഓടിവൻ. ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും തന്നെ കിട്ടില്ല, പണം പണം പണം. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടെ തൻ്റെ തലയിൽ നിന്ന് പണത്തിൻ്റെ പിടി മാറി. ഞാൻ വിശ്വസിക്കുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനെ മടക്കി കിട്ടി. പണത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയവനെ ഭാര്യയ്ക്ക് മടക്കി കിട്ടി. കാണാതെ പോയവനെ തിരഞ്ഞ് രക്ഷിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. യേശു വന്നപ്പോൾ സക്കായി ഒരു നല്ല ഭർത്താവായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ഒരു ഭർത്താവ് നല്ല ഭർത്താവായി തീരും, ഒരു മകൻ നല്ല മകനായി തീരും, ഏതൊരു വ്യക്തിയും നല്ല വ്യക്തിയായി തീരും. അങ്ങനെ പല നിലകളിൽ ഒരു ഭർത്താവിന് മാറ്റമുണ്ടാകും, മകന് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ കർത്താവിലായ ഒരു വ്യക്തി ഒരു രാജ്യത്തിന് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഒരു ചിന്തയുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ അതെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ കർത്താവിൽ വിശ്വസിക്കാന്ന് പറയുമ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു രാജ്യമാണ് അല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശു തന്നെ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിൽ ഇന്ന് കാണുന്നത് പോലെ ഒരു ജോഗ്രഫിക്കൽ ഏറിയ ഒരു ഭൂവിഭാഗം ഭരിക്കുന്ന ഭരണമല്ലത്. ഏതോ ഒരു സിംഹാസനത്തിൽ ഒരു രാജാവ് ഇരുന്നിട്ട് മന്ത്രിമാരുമായി ഇവിടുത്തെ ഏതെങ്കിലും രാജ്യം പിടിച്ചെടുക്കുന്ന ഭരണമല്ല. മറിച്ച് യേശു പറഞ്ഞു, എൻ്റെ ഭരണം ഹൃദയങ്ങളിലത്രേ, ഞാൻ നിങ്ങൾക്ക് ദിവ്യ സമാധാനം തരും. ക്രിസ്തുവിനെ ഒരു വ്യക്തി ഹൃദയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഹൃദയം കർത്താവ് ഭരിക്കാൻ തുടങ്ങും. അവിടെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയും. അതാണ് ദൈവരാജ്യം. അതാണ് ദൈവരാജ്യം. ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. ദൈവരാജ്യം ഒരു സ്ഥലമല്ല, ഒരു ഭൂവിഭാഗമല്ല. ദൈവരാജ്യം മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വരുന്ന ദൈവത്തിൻ്റെ ഭരണമാണ്. സാത്താന്യ ഭരണം മാറി, നിരാശ മാറി, ഭയം മാറി, കയ്പ് മാറി, ആ ക്രിമിനൽ വാസന മാറി, ഹൃദയത്തിനകത്തെ പിരിമുറുക്കവും ടെൻഷനും മാറി, കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ മാറി. യേശു രാജാവ് ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദിവ്യ സമാധാനമുള്ള വ്യക്തികളായി ദൈവരാജ്യം തരാനാണ് യേശു ഈ ലോകത്ത് വന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം മാത്രമല്ല, സകല മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിനപ്പുറത്തും മനുഷ്യനൊരു ജീവിതമുണ്ട്. ശവപ്പെട്ടി കൊണ്ട് അവസാനിക്കുന്ന, കല്ലറ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ ലോകത്തിൽ ഒരു വ്യക്തി മാത്രമേ ധൈര്യത്തോടെ പറഞ്ഞുള്ളൂ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് യേശു മാത്രം. ഈ ലോകത്തിൽ പിറന്നതിൽ ഒരുവൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് യേശു മാത്രം. ഹല്ലേലൂയ. മരിച്ചു കിടന്ന ലാസറോട് എഴുന്നേൽറ്റ് വരുവീൻ എന്ന് പറയാൻ കഴിഞ്ഞവൻ ഒരുവൻ മാത്രം, യേശു മാത്രം. ഇനി യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു വീണ്ടും വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും സ്വർഗദൂതന്മാരുടെ ശബ്ദത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ അവന്റെ ശബ്ദത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൽ വിശ്വസിച്ചവർ കല്ലറകളെ പൊളിച്ച് ഉയർത്തെഴുന്നേൽക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ഈ ലോകത്തിൽ ജയകരമായ, സന്തോഷകരമായ, മാത്രമല്ല എനിക്ക് കുറേ അനുഗ്രഹവും രോഗസൗഖ്യവും വിടുതലും കിട്ടുകയല്ല, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാവും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു വന്നത് നിന്റെ വള്ളത്തെ നിറയ്ക്കാൻ മാത്രമല്ല, ശൂന്യമായ നിന്റെ വള്ളത്തെ അവൻ നിറയ്ക്കും. നിന്റെ ബിസിനസ്സിനെ വിടുവിക്കും, നിന്റെ കുടുംബത്തിൽ സമാധാനം തരും, രോഗസൗഖ്യം തരും. മാത്രമല്ല ഈ ലോകത്തിൽ വെച്ച് നീ നന്മ അനുഭവിക്കുകയല്ല,
നീ വാരി വിതറി മറ്റുള്ളവർക്കൂടെ നന്മ കൊടുക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് അനുഗ്രഹമായി, ഭർത്താവിന് അനുഗ്രഹമായി, അയൽവാസികൾക്ക് അനുഗ്രഹമായി, മറ്റ് ദേശവാസികൾക്ക് അനുഗ്രഹമായി നിന്നെ മാറ്റാനാണ് യേശു വന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കുകയും മാത്രമല്ല, ഈ ലോകത്തിലെ സകല മനുഷ്യരും മരണത്തെ കണ്ട് ഭയപ്പെടുമ്പോൾ യേശുവിൽ വിശ്വസിച്ചവർ മരണത്തെ കണ്ട് ഭയപ്പെടത്തില്ല. അതുകൊണ്ടത്രേ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ ഒടുവിൽ മരണം വരുമ്പോൾ യേശുവിൽ വിശ്വസിച്ചവർ മാത്രം പറയുന്നൊരു വാക്കുണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ ധൈര്യത്തോടെ എതിരേൽക്കാൻ കഴിയുന്നത് ആരാന്നറിയോ? യേശുവിൽ വിശ്വസിച്ചവരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദിവ്യ സ്നേഹം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഒരു ക്രിമിനലാണ് അല്ലെങ്കിൽ സ്വന്തം യജമാനൻ്റെ പണം അപഹരിച്ച് ആ മനുഷ്യന് തലവേദനയാകേണ്ട വ്യക്തി ഇപ്പോൾ ഇതാ ആ വ്യക്തിയെ നല്ല മനുഷ്യനായി തിരികെ കിട്ടുക എന്തൊരു അത്ഭുതമല്ലേ. വാസ്തവത്തിൽ ഒനേസിമോസ് എന്ന അടിമ ശിക്ഷിക്കപ്പെട്ടു, അവൻ ജയിലിൽ കിടന്നു. പക്ഷേ ജയിലഴികളോ നിയമമോ അല്ല ഒനേസിമോസിനെ തിരിച്ച് തൻ്റെ യജമാനെ പ്രയോജനമുള്ളവനാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, സുവിശേഷമാണ്. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്ന് സത്യൻ നഗർ കൺവെൻഷനിൽ വെച്ച് തന്നെ യേശു കർത്താവ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നത് തെളിയിക്കപ്പെടുന്നത് നമ്മുടെ കൺമുന്നിൽ യേശു ജീവനോടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്ന മങ്ങിപ്പോയിരുന്ന 2 പെൺകുട്ടികൾ അവിടെ വെച്ച് തന്നെ കണ്ണിനെ കർത്താവ് തൊട്ടു, സൗഖ്യമായി. ഫസ്റ്റ് ഡേ മീറ്റിങ്ങിൽ ചില അത്ഭുത സൗഖ്യങ്ങൾ നമ്മൾ കാണാൻ വന്നു. തുടർന്ന് ഈ സൗഖ്യം പ്രാപിച്ചവർ അടുത്ത രാത്രികളിലും വന്ന് വീണ്ടും സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. 2 കണ്ണിനും കാഴ്ച കുറവായിരുന്നു. ബോർഡ് ക്ലാസ്സിൽ പോകുമ്പോൾ ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമായി. പ്രാർത്ഥിച്ചപ്പോൾ മോള് തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, നല്ലവണ്ണം തെളിച്ച് കാണാൻ പറ്റി. ആൾക്കാർ അടുത്തിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ തെളിച്ചക്കറവ് ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. ഇപ്പൊ വ്യക്തമായിട്ട് കാണാം. ഇവിടെ നിൽക്കുന്നവരെയൊക്കെ കാണാം. മറ്റേ എന്തായിരുന്നു പ്രശ്നം? നോക്കുമ്പോൾ മങ്ങിയെ കാണാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ പൂർണ്ണമായി കാണാൻ പറ്റും. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. ഈ പറഞ്ഞ പോലെയൊക്കെ ആയിരുന്നോ പ്രശ്നം? ബുക്കൊക്കെ അടുത്ത് വെച്ചേ വായിക്കുള്ളൂ. നീക്കി വെക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റാൻ ഇത് പിന്നെ പോയില്ല. അതിനുശേഷം നല്ല വിശ്വാസമാണ് മോൾക്ക്. ഇതുപോലെ ആരാധനയൊക്കെ കാണാറുണ്ട്. ഹെവൻലി ഫീസ്റ്റിൽ ആരാധന രാവിലെയും വൈകിട്ടും കാണാറുണ്ട്, ടി വിയിൽ കാണാറുണ്ട്. നല്ല വിശ്വാസത്തിലാണ് വരുന്നത്. മോക്ക് നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം ദൈവം മാനിച്ചു. നല്ല പ്രയാസമായിരുന്നു, നല്ല പ്രയാസം. അപ്പോൾ കണ്ണ് മയക്കം പോലെ ഒരു പാട കെട്ടി നിൽക്കുന്ന പോലെ തോന്നണമെന്ന് പറയും. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി എന്നാ പറയുന്നത്. എന്താ സംഭവിച്ച മോളെ എവിടെ നിന്ന് വരിക? തമലത്തിൽ നിന്ന് 2 ആഴ്ച മുമ്പ് അമ്മയുടെ കൈ കണ്ണിൽ കൊണ്ട് കണ്ണ് മുറിഞ്ഞായിരുന്നു ഈ കാഴ്ചഭാഗം. അതിനുശേഷം ആശുപത്രിയിൽ പോയി. ഒട്ടും കുറവില്ല, കണ്ണ് അടയ്ക്കാൻ പറ്റൂല. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഒട്ടും കാണൂല. ഈ ഒരു അല്ല, കാഴ്ച കുറവായിരുന്നു. ഏത് കണ്ണിന്? വലതുവശം. ഈ കൈ കൊണ്ടതാണോ അതിന്റെ പ്രശ്നം? കൈ കൊണ്ടതുണ്ട്. ഓക്കെ. ഈ വലത്തെ കണ്ണ് മോള് പറഞ്ഞ ഒട്ടും കാണൂല. കണ്ണാശുപത്രി പോയി. അപ്പോൾ അവർ മരുന്നൊക്കെ തന്ന് പിന്നെ 1 ആഴ്ച കണ്ണൊന്നും തുറക്കാൻ പോലും പറ്റൂല. ഇപ്പോഴെന്താ മോക്ക് സംഭവിച്ചേ? ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്നും പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ ഫാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് എനിക്ക് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം കാണുന്നുണ്ട്. ബൈബിൾ വായിക്കാൻ പറ്റുന്നു. വായിച്ച് ചെറിയ എഴുത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. വായിച്ച് നല്ല ക്ലിയറായി വായിച്ച്. ഇപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ
നല്ല കാണാൻ പറ്റുന്നു. കാരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സഹോദരിയുടെ ഹാർട്ടിന് വാൽവിന് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ വളരെ നിന്ന് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് എന്തോ മാറിപ്പോയി, മറിഞ്ഞു വീണു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. ഇപ്പം നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നടന്ന് കാണിച്ച് കഥപ്പില്ല, സകല കർത്താവ് സൗഖ്യമാക്കി. ആ ജംഗ്ഷനിൽ നിന്നും ഞാൻ കരഞ്ഞാണ് വന്നത്. എനിക്ക് ഇവിടെ ഇത്രയും ദൂരം കടന്നു വരുവാൻ സാധിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഞാൻ പിച്ച വയ്ക്കും പോലെയാണ് വന്നത്. എന്നിട്ട് ഈ തേര് കയറാൻ എനിക്ക് പറ്റുന്നില്ല, കിതപ്പും ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് സാറ് തന്നെ പറഞ്ഞു, നെഞ്ചിനകത്ത് ബുദ്ധിമുട്ടുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാൻ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോഴും. പക്ഷേ ഞാൻ എന്നിട്ട് മടിച്ചത് അവിടെ നിന്നപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കാനിടയായി. അപ്പോൾ സാറ് ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ എൻ്റെ ശരീരത്തിൽ കൂടി കടന്നു പോയതുപോലെ തോന്നി. ഞാനങ്ങ് വീഴുകയായി. പക്ഷെ വീണുപോയി. ഈ കിതപ്പൊക്കെ എനിക്ക് മാറിയതുപോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പം സംസാരിക്കാൻ കൂടി എനിക്ക് പറ്റൂലായിരുന്നു. അത്ര ഇദ്ദേഹം വല്ലതും പറയുമ്പോൾ തന്നെ സംസാരിക്കില്ല, എനിക്ക് സംസാരിക്കാൻ വയ്യാന്ന് ഞാൻ പറയുമായിരുന്നു. രണ്ടുപേരും കരയുക. 5 ഗ്രാം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇതുവരെയും പോയില്ല. ഈ മാൾവിന് എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എക്കോ എടുത്തു, TMD എടുത്തു. അല്ലാതെ ഇന്ന് ആദ്യമേ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യം ഇതാണ്, നെഞ്ചിൽ അതിഭയങ്കര പ്രയാസത്തോടെ പറയാനിടയായി. അതെ. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ച് കൈവച്ച് ദൈവമേ, എനിക്ക് ആശുപത്രി 5, 6, 7 മാസങ്ങളിലൊക്കെ ആശുപത്രിയിലായിരുന്നു. അതിൽ നിന്നൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഹാർട്ടിന് കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഹാർട്ടിന് കുഴപ്പമുണ്ട്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്തോ ഭാരം മാറിയോ? ഭാരം മാറിയതുപോലെ തോന്നുന്നുണ്ട്. നടന്നു നോക്കിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. ആന്റി തന്നെയാ പറഞ്ഞു ഇവിടെ പിച്ച വെച്ചാ വന്നല്ലേ? അതെ. ഞാൻ ആ തേരി ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്രയും ദൂരം താണ്ടണമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിന് പ്രയാസപ്പെട്ടാണ് വന്നത്. ഇപ്പൊ അസ്വസ്ഥതയില്ല? ഇല്ല, അസ്വസ്ഥതയില്ല. ഒന്ന് നടക്കാവോ? അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നു നോക്കിക്കേ. എങ്ങനെയുണ്ടായി? ബുദ്ധിമുട്ടില്ല. മറ്റേ ഒരാളെ പിടിച്ചോണ്ടാണോ നടന്നത്? അതെ, ഞാൻ ചേട്ടനെ പിടിച്ചോണ്ടാ വന്നത്. കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാ രോഗസൗഖ്യങ്ങൾ. ഏറ്റവും വലിയ രസകരമായ കാര്യം, ഇത് തങ്കു ബ്രദർ കൈവച്ചതോ തോമസ് ഊട്ടി ബ്രദർ കൈവച്ചപ്പോഴോ ഉണ്ടായ സൗഖ്യമല്ല. യേശു പറഞ്ഞു, വിശ്വസിക്കുന്ന ഏതൊരാളും അത്ഭുതങ്ങൾ അവരുടെ കയ്യാൽ നടക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സമീപമുണ്ട്. എൻ്റെ അടുക്കൽ ഒരു ദൈവദാസനില്ലല്ലോ എന്നാരും ചിന്തിക്കേണ്ട. കർത്താവുണ്ട്. വിശ്വാസം അവിടെ അത്ഭുതം ചെയ്യുന്നു. വലിയ വേദശാസ്ത്രമൊന്നും ഇതിനറിയണ്ട, വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ എല്ലാം തീർന്നു, ഇനിയും മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല എന്നുള്ള പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നതെങ്കിലും ആ കരം വെച്ചാൽ വിടുതൽ സംഭവിക്കും. നമ്മളിന്ന് കേട്ട വചനം മറക്കരുത്. ക്രിസ്തു ഒരാളിൽ വരുമ്പോൾ എല്ലാവർക്കും ഉപദ്രവിയായിരുന്ന ആളാകാം, അയാൾ എല്ലാവർക്കും അനുഗ്രഹമായി മാറും. അകത്ത് മാറ്റം സംഭവിക്കും. അകമേ മാത്രമല്ല, ശരീരത്തിൻ്റെ പുറമേയും അത്ഭുതങ്ങളും വിടുതലുകളും ചെയ്യാൻ കഴിയുന്ന കർത്താവ്, അകത്തും പുറത്തും ഒരുപോലെ മാറ്റം തരുന്ന കർത്താവ് നമ്മുടെ സമീപമുണ്ട്. യേശുവേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ സ്വഭാവം മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു പുതിയ വ്യക്തിയാകണം. മരണഭയത്തിലാണോ എന്നെ കേൾക്കുന്നത്? നിത്യജീവനെക്കുറിച്ച് ഉറപ്പില്ലേ? യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ലോകത്തിൽ അനുഗ്രഹകരമായ സമാധാനമാചരിക്കാവുന്ന സമാധാനമുള്ളൊരു ജീവിതവും മരണത്തിനപ്പുറത്തൊരു നിത്യജീവവും ഇതിൽ വലുത് എന്താ ഉള്ളത്? അതാ യേശു നമുക്ക് ദാനമായി തരുന്ന സൗജന്യമായി. ഇതിന് നിങ്ങളാരും ഞാൻ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് വരണ്ട, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് യേശുവെ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് വിടുതലുകളാണ് സംഭവിക്കാൻ പോകുന്നത്. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. യേശു കർത്താവിൻ്റെ വചനം മുഴുവൻ അത്ഭുതങ്ങളുടെ വചനമാണ്. നമ്മൾ ജോലി ചെയ്യണം, നമ്മൾ കഷ്ടപ്പെടണം, എല്ലാം ചെയ്യണം. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നിനും പോകണ്ടെന്നല്ല ഈ ഉപദേശം. എല്ലാം ചെയ്യണം. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും ജീവിതത്തിൽ പരാജയം, തകർച്ചയും, ഉദ്ദേശിക്കാത്ത ഭാരത്തിലും ഇരിക്കുന്നവർ, അവിടെ കർത്താവുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയകരമാക്കാൻ കഴിയുന്ന യേശുവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനായി, അത്ഭുത സാക്ഷ്യങ്ങൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ ഈ സാക്ഷ്യം കേൾക്കാൻ കാരണം
കണ്ണിന് കാഴ്ച പ്രശ്നമുള്ള ഒത്തിരി പേരിന്നത് കേൾക്കുന്നുണ്ട്. ഈ നിമിഷം അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എൻ്റെ ഉള്ളിൽ കർത്താവ് ശക്തമായി പറയുന്നു, ഇന്ന് ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ സൗഖ്യങ്ങൾ നമ്മൾ കാണാൻ കാരണം അതേ പ്രയാസത്തിൽ കണ്ണിൻ്റെ കാഴ്ചയെക്കുറിച്ച് ആശങ്കയുള്ളവർ ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളും ആ കൈ ഒന്ന് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കണ്ണിൽ ഇപ്പോൾ വിടുതലാകട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കർത്താവെ അവിടുത്തെ കരം തൊട്ടതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. ഈ തലച്ചോറിൽ രക്തസ്രവം ഉണ്ടായി തളർച്ചയായിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം. തളരാതെ ഭാരപ്പെടാതെ യേശുവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. കൈവച്ച് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മറ്റേതൊരു രോഗമാകാം, പ്രതിസന്ധിയാകാം, യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം തൊട്ട് മക്കളെ സൗഖ്യമാക്കുന്നതിനായി വിടുവിക്കുന്നതിനായി സ്തോത്രം. തൃക്കരം നീട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ആരെയും കളിപ്പിക്കുന്ന പരിപാടി അല്ലല്ലോ പറയുന്നത്. എന്തിനാ സുവിശേഷം പറയാൻ ഭയപ്പെടുന്നത്? അഭിമാനിക്കണം. മറ്റുള്ളവർക്ക് നന്മ പകരുന്ന സുവിശേഷം, ഒരു ക്രിമിനലിനെ രൂപാന്തരപ്പെടുത്തുന്ന ആ സുവിശേഷം പറയുന്നതിൽ അഭിമാനിക്കണം. സുവിശേഷം ലോകത്തിന് അനുഗ്രഹമാണ്. സുവിശേഷം നമ്മുടെ രാജ്യത്തിന് അനുഗ്രഹമാണ്, ഒരു ഭവനത്തിന് അനുഗ്രഹമാണ്, വ്യക്തിക്ക് അനുഗ്രഹമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യണം. അടുത്ത മീറ്റിങ്ങുകളിൽ വന്നൊരു സാക്ഷ്യം പറയണം. ഇതാർക്കും പ്രാപിക്കാം. യേശു നമ്മെ സ്നേഹിക്കുന്നു. പുതിയ ദിവസം യേശുവിനോടൊത്ത് ജയകരമായി മുമ്പോട്ട് പോകാം. സോ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ. കാസനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-ന്. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നു.